ഇറക്കി വിടാത്തതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ടൊരു പെണ്ണിന്റെ കുടുംബങ്ങളായിരുന്നു. ജിൻഡോ തന്നെ കുറച്ച് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞല്ലോ തലമുറ അത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അതോ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടാണോ അതോ അങ്ങനെ പറഞ്ഞാന്നറിയോ? ഞാൻ എന്താ പറയാൻ കാരണം ആ കുട്ടിക്ക് വേറെ കല്യാണം കഴിച്ചു. നമ്മള് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ സാധനം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം 3 വർഷം ഞാൻ ആളെ കണ്ടില്ലെങ്കിൽ ഫോണിലൂടെ മാനസികമായിട്ട് പറഞ്ഞു കപ്പടിച്ച സമയത്ത് വീഡിയോ കോൾ ചെയ്ത് ആളെ കണ്ടിരുന്നില്ല. അതായത് ദുബായി ചെന്നപ്പോ ദുബായി ചെന്നപ്പോ എന്നോട് 10 ലക്ഷം രൂപ തരാം. ആളുടെ ഫോട്ടോ കാണിച്ചെന്ന് പറഞ്ഞു അവര്. അതായത് വീഡിയോക്കാര് അവിടുത്തെ വീഡിയോസ് പറഞ്ഞത് ആളുടെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചെന്നാ മതി, 10 ലക്ഷം രൂപ തരാൻ പറഞ്ഞു. കെട്ടാൻ വേണ്ടി വേണ്ടത് ഞാൻ കാണിച്ചിട്ടില്ല. സിനിമാ രംഗത്തുള്ള ആർക്കും വേണ്ടിട്ട് ചതിക്കുന്ന അതല്ല. ഞങ്ങള് എക്സാമ്പിൾ കേട്ടെ, ഈ ആണുങ്ങൾ തല്ലുന്ന ഏറ്റവും കൂടുതൽ എന്തിനായിരിക്കും? ആണുങ്ങൾ തല്ലുന്നതായിരിക്കും പരസ്പരം. ആൺകുട്ടികൾ തല്ലിടുന്നത് എന്തിനായിരിക്കും? ഏറ്റവും കൂടുതൽ പെണ്ണിന് വേണ്ടി മാത്രമല്ല, പെണ്ണിനും കാശിനും. ഇത് രണ്ടിനാണ് കൂടുതലും തല്ലടാ അല്ലേ? സത്യല്ലേ? അത് രണ്ടുമാണ് നമ്മള് ഏറ്റവും കൂടുതൽ തല്ലിടുന്നത്. ഇവ കൂട്ടുകാരെ കൂട്ടുകാരി അവരെ കൂടുതലും നോക്കും, അടിയുണ്ടാക്കും, അതുണ്ടാക്കും. ഞാൻ ആരോട് തല്ലുന്നത് കണ്ടെന്ന് പറഞ്ഞു. പെണ്ണിനാണോ മണ്ണിനാണോ? പെണ്ണിനാണോ മണ്ണിനാണോ? ഞാൻ എന്തിനാ മറ്റുള്ള ആൾക്കാരോട് തല്ലാണെന്നറിയോ? അതായത് തെറ്റ് കണ്ടാൽ ഞാൻ പ്രതികരിക്കും. ആ തെറ്റ് കാണുന്നത് പ്രതികരിച്ചാൽ മറ്റുള്ളവരുടെ തെറ്റുകൾ ഞാൻ പ്രതികരിക്കുന്നത്. എന്നെ കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് പറയാറില്ല. ഓക്കെ ശരി, അവൻ പറഞ്ഞോട്ടെ. അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ട്. ഇപ്പൊ ഞാൻ കപ്പടിച്ച് പോകുന്ന ഇപ്പൊ ഈ 16 ലക്ഷം പേരല്ലാണ്ട് ബാക്കിയുള്ള ആരെയും വോട്ട് ചെയ്തല്ലോ. അപ്പൊ അവര് മോശമല്ലേ പറയുള്ളൂ. മനസ്സിലായി പറഞ്ഞത്? അതായത് ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെന്ത് പറയും? ഞാൻ നല്ലതെന്ന് പറയോ? നല്ലതെന്ന് പറയില്ല. അവരെ കൊണ്ട് ജിംനാസ്റ്റിക് ആണ്, പക്ഷെ ഗുണ്ടേ ഞങ്ങൾ എക്സാമ്പിൾ തരട്ടെ. ഈ ലോകത്ത് നമ്മള് ഒരാളെ നോക്കുന്നുണ്ടോ, അത് തിരിച്ചു കിട്ടും. അതായത് അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പണ്ട് കാരണന്മാര് ചെയ്തിട്ട് പലതൊന്നുമില്ല, നമുക്ക് തന്നെ കിട്ടും. കാരണന്മാരെന്ന് പറഞ്ഞ സാധനം ഞാൻ എക്സാമ്പിൾ തരട്ടെ. അപ്പൊ അവിടെ നമ്മുടെ വോട്ട് ചോദിക്കുന്ന സംഭവം ഉണ്ടാവും. എല്ലാവരും വോട്ട് ചോദിക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ ആൾക്കാരോട് പറഞ്ഞ ഇങ്ങനെ വോട്ട് ചോദിക്കണം. അപ്പൊ ലാലയുടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കണ വെച്ച് ഇപ്പൊ ഞാൻ പറയുന്നറിയോ? ലാലയുടെ ഇങ്ങനെ താഴെ കിടക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഞാൻ കൈ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലുള്ള ആൾക്കാർ എനിക്ക് കൈ തരും. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് കാര്യം ചോദിച്ചിട്ട് നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തത്? ജിൻഡോ നിഷ്കളങ്കൻ.